ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇംഗ്ലീഷ് എക്സാമിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് സ്പീച്ച്. അപ്പോൾ ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ മാർത്തയ്ക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടി. അപ്പോൾ അതിൻ്റെ മാർത്ത പറയുന്ന ഒരു സ്പീച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. നോക്കിക്കോളൂ കേട്ടോ. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, എ വാം ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ടുഡേ ഐ am very happy to stand before you with my scholarship jacket. I feel so proud. This is my dream come true moment. For the past 8 years, I was trying so hard for this day, and finally I am here. I had faced so many hard situations in my life. I was born in a poor family. My father is a poor man, so he sent me to my grandpa to look after. But I was not ready to give up in any situations. So I studied so hard. So if you have any bad days in your life, don't give up. Keep pushing forward, because even the darkest cloud eventually part to reveal sunshine. Okay. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് കുറച്ച് എക്സ്ട്രാ വേർഡ്സ് കൊടുത്തു എന്നുള്ളൂ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. On my special day, I would like to thank all those who supported me, my parents, grandpa, teachers and my friends. Thanking all of you for your love and care. Let me conclude my words. Thank you. ഹാവ് എ നൈസ് ഡേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്പീച്ചിൽ വേണ്ടത് കേട്ടോ. ഒരു ഓപ്പണിംഗ് വേണം, ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട്, പിന്നെ ഒരു ക്ലോസിങ് വേണം, പിന്നെ ഉള്ളിൽ കണ്ടൻറ്റും. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാം കേട്ടോ. ഒരു റിവ്യൂ. നെവർ നെവർ നെസ്റ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എല്ലാം ഒന്നുകൂടെ ഒന്ന് വായിച്ച് റെഡിയാക്കിയതിന് ശേഷം വേണം എക്സാം ഹാളിലേക്ക് പോകാൻ. പിന്നെ നമ്മൾ ഇതിൻ്റെ മുന്നൊക്കെ വേറെ ക്വസ്റ്റ്യൻസും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. മിക്കവാറും ആ ക്വസ്റ്റ്യൻസൊക്കെ തന്നെ വരാനേ ചാൻസ് ഉള്ളൂ. സോ നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വായിക്കാൻ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഇപ്പോൾ ഫോർമാറ്റൊക്കെ അറിയാൻ തോന്നുന്നു. കത്തിൻ്റെയും എല്ലാം ഫോർമാറ്റൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞോന്ന് ഓർമ്മയില്ല. റിപ്പോർട്ടഡ് സ്പീച്ച് വരാൻ ചാൻസ് ഉണ്ട്. മുൻ വർഷങ്ങളിൽ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ വരുമോ ഇല്ല എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇത്രയാണ്. ഓക്കെ. നമ്മുടെ പോയട്രിയുടെ ഒരു റിവ്യൂ കൂടെ, ഒരു അപ്രീസിയേഷൻ കൂടെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് നോക്കാം. ഇത് വരാൻ വലിയ ചാൻസ് കാണുന്നില്ല, പക്ഷെ എന്നാലും നമ്മളൊന്ന് വായിച്ച് റെഡിയായി പോകുന്നത് നന്നായിരിക്കും. ഓക്കെ. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കാണാം. അപ്രിസിയേഷൻ വരാൻ ചാൻസ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ആണ്. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കാൻ ചാൻസ് നമ്മുടെ ദ ബെല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗണിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ആ പോയായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് സെറ്റായിട്ട് പോകാം കേട്ടോ. കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ കാണിച്ചത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.